സ്വാമി വിവേകാനന്ദൻ കേരളത്തിലെ ജാതി ഉപജാതികളിലുള്ള തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയൊക്കെ കണ്ടിട്ട് ആ ഒരു കോംപ്ലക്സിറ്റി കണ്ടിട്ട് കേരളത്തെ വിളിച്ചതാണ് ഭ്രാന്താലയം എന്ന്. കേരളത്തെ ഇത്തരത്തിലൊരു ഭ്രാന്താലയമാക്കാനായിട്ട് ഈ എഴുത്തച്ഛന് ഒരു വലിയ പങ്കുണ്ട് എന്നുള്ള രീതിയിലാണ് പ്രൊഫസർ കെ ശിവരാമൻ ഈ ഒരു പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കിളിപ്പാട്ടുകളുടെ കർത്താവായ തുഞ്ചത്തെ എഴുത്തച്ഛനെ കുറിച്ച് നമുക്ക് കുറച്ച് പൊതുധാരണകളുണ്ട്. അതായത് ഭാഷയുടെ പിതാവ്, ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്, ആധുനിക കവിതയുടെ ഉപജ്ഞാതാവാണ്, അതുപോലെ നവോത്ഥാന നായകനാണ്, ഗന്ധർവനാണ്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ആണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പൊതുധാരണകളെ ഒന്ന് തിരുത്തി കുറിക്കുന്ന അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു പുസ്തകമാണ് പ്രൊഫസർ കെ ശിവരാമൻ ഈ എഴുതിയിട്ടുള്ളത്. വളരെ ഗൗരവത്തോടെയാണ് പ്രൊഫസർ കെ ശിവരാമൻ എഴുത്തച്ഛൻ വായനയിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഓരോ അധ്യായവും എടുത്ത് വായിക്കുമ്പോൾ മനസ്സിലാവും. ഏറ്റവും ബേസിക്കായിട്ടുള്ള ഒരു വിമർശനം എന്ന് പറഞ്ഞാൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന് പറയുന്ന ഒരു പേര് തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെ കുറിച്ച് അറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ തുഞ്ചൻ പറമ്പിൽ ജനിച്ചു, അതുപോലെ പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ല, അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല, ഒരു ഐതിഹ്യമാണ് നമുക്കറിയുന്നത്. എന്നാൽ അതിന് മുന്നേ ഉള്ള എഴുത്തുകാരെക്കുറിച്ച് പിന്നെയും നമുക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ 12-ാം നൂറ്റാണ്ടിലെയും 14-ാം നൂറ്റാണ്ടിലെയൊക്കെ ഡീറ്റെയിൽസ് കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ 16-ാം നൂറ്റാണ്ടിലെയോ 17-ാം നൂറ്റാണ്ടിലെയോ 16-17 നൂറ്റാണ്ടിലെ കാര്യങ്ങൾ ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തോ ഒരു പ്രശ്നമില്ലേ എന്നാണ് ഈ ഗ്രന്ഥകാരൻ ചോദിക്കുന്നത്. ഭാഷയുടെ പിതാവ് എന്ന് പറയുന്നു. അപ്പം മലയാള ഭാഷയ്ക്ക് അങ്ങനെ ഒരു പിതാവിൻ്റെ ആവശ്യമുണ്ടോ, അങ്ങനെ ഭാഷയ്ക്ക് ഒരു പിതാവിനെ നമുക്ക് പറയാൻ പറ്റുമോ എന്നൊക്കെയാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. കാര്യം അത് കേരളത്തിൽ മാത്രം അല്ലെങ്കിൽ മലയാളികൾക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണെന്നുള്ള ഒരു വലിയ വിമർശനം ഇദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. കാരണം മറ്റെവിടെയും ഇങ്ങനെ ഭാഷയ്ക്ക് പിതാവ് എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. അങ്ങനെ ഒരു ഭാഷയ്ക്ക് പിതാവിനെ കൊടുക്കാൻ പറ്റുമെന്നും തോന്നുന്നില്ല. കാരണം അത് ഇവോൾവ് ആയിട്ട് വരുന്ന ഒരു സംഗതിയാണ്. അപ്പം ഈ ഭാഷയ്ക്ക് പിതാവ് എന്ന് പറയുന്ന സമയത്ത് തന്നെ ഈ ഭാഷ, അതായത് മലയാള ഭാഷ ഇനിയിപ്പോൾ ഇദ്ദേഹമാണ് ഇപ്പം കാണുന്ന സംസ്കൃതവൽക്കരിക്കപ്പെട്ട മലയാള ഭാഷ ഇദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണെന്ന് തന്നെ ഇരിക്കട്ടെ, അങ്ങനെ ഒരു ഭാഷയുടെ ജനനവും അതുപോലെ ആധുനിക ശൈലിയും ഒരേ സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. ഇനിയിപ്പോൾ തുഞ്ചത്ത് എഴുത്തച്ഛനാണോ ആദ്യമായിട്ട് ഇതിഹാസങ്ങളൊക്കെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ അതല്ല. 12th സെഞ്ച്വറിയിൽ ചീരാമൻ എന്ന് പറയുന്ന ഒരു കവി എഴുതിയ രാമചരിതം എന്ന് പറയുന്ന രാമായണത്തിൻ്റെ ഒരു വിവർത്തനം ലഭ്യമാണ്. അത് കഴിഞ്ഞിട്ട് കണ്ണശന്മാർ ഇതിഹാസങ്ങളും പുരാണങ്ങളും വിവർത്തനം ചെയ്യപ്പെട്ടതായിട്ടും നമുക്കറിയാം. അതിനുശേഷം ചെറുശ്ശേരിക്കും ശേഷമാണ് എഴുത്തച്ഛൻ എഴുതിയിട്ടുള്ളത്. ഇനി ആധുനിക കവിതയുടെ ഉപജ്ഞാതാവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുത്തച്ഛനെ പറയുകയാണെങ്കിൽ ഗ്രന്ഥകാരൻ പറയുന്നത് അദ്ദേഹത്തിന് മുൻപ് ചെറുശ്ശേരി കൃഷ്ണഗാഥ എഴുതിയതായിട്ട് നമുക്കറിയാം. എന്തുകൊണ്ടും അതിന് അർഹൻ ചെറുശ്ശേരിയാണെന്നാണ് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഈ തുഞ്ചത്ത് എഴുത്തച്ഛൻ എഴുതുന്ന പല കാര്യങ്ങളിലും വ്യക്തമായിട്ട് ബ്രാഹ്മണ താല്പര്യം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു എഴുത്തുകാരൻ സാധാരണക്കാരായിട്ടുള്ള മലയാളികൾക്ക് വേണ്ടി എഴുതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത്. എന്നാൽ പ്രൊഫസർ കെ ശിവരാമൻ ആ ഒരു ഐതിഹ്യത്തോടൊട്ടും യോജിക്കുന്നില്ല.
അത് കള്ളത്തരമാണ്, ചരിത്ര കാപട്യമാണ് എന്ന് സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ നമ്മൾ നോക്കുമ്പോൾ ഇത്രയധികം ബ്രാഹ്മണ പ്രീതിക്ക് വേണ്ടി എഴുതുന്ന ഒരാൾ ബ്രാഹ്മണൻ തന്നെ ആയിരിക്കും, അത് സമൂഹത്തിൽ നിന്നുള്ള ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു ഐതിഹ്യം അതിനോട് കൂടെ ചേർത്ത് പ്രചരിപ്പിക്കുകയാണ് എന്നാണ് പ്രൊഫസർ കെ ശിവരാമൻ അഭിപ്രായപ്പെടുന്നത്. ഇത്തരത്തിൽ ഒരുപാട് ചരിത്ര കാപട്യങ്ങളെ പ്രൊഫസർ കെ ശിവരാമൻ തുറന്ന് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷ വായന താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ പുസ്തകം ഒരു നല്ല വായനാനുഭവമായിരിക്കും.